ഹായ് ഗായ്സ്, ഒരു ലോങ് വീക്കെൻഡ് കിട്ടിയപ്പോഴേ ഞാനും അകയും കൂടി നേരെ പോണ്ടിച്ചേരിയിലേക്ക് വിട്ടു. ബൈക്കിലാണേ പോകുന്നത്. അടിപൊളി റൈഡായിരുന്നു. ബാംഗ്ലൂർ ടു പോണ്ടിച്ചേരി പോകാൻ താല്പര്യമുള്ളവർക്ക് ബൈക്ക് റൈഡ് ഒരു ഗുഡ് ഓപ്ഷനാണ്. അടിപൊളി റോഡാണ് ആൻഡ് ഫുൾ സീനിക് വ്യൂ ആണ്. നോക്കി നമ്മൾ ജിഞ്ചി എന്ന് പറഞ്ഞുള്ള സ്ഥലത്ത് അവിടെ ബ്രേക്ക് എടുക്കാൻ നിർത്തി. ശരിക്കും പറഞ്ഞാൽ ബ്രേക്ക് എടുക്കാനല്ല, അവിടുത്തെ വ്യൂ കണ്ട് നിർത്തിയാണ്. സൺസെറ്റ് ടൈമായിരുന്നു. അടിപൊളിയായിരുന്നു, കാണാൻ നല്ല ഭംഗിയായിരുന്നു. കുഞ്ഞു കുഞ്ഞു മലകളൊക്കെ ആയിട്ട് ബ്യൂട്ടിഫുൾ. അങ്ങനെ 7 AM നമ്മൾ പോണ്ടിച്ചേരിയിലെത്തി. നേരെ പോയത് ഫുഡ് അടിക്കാനാ. പിസ്സ ഹട്ട്, മാർഗരീറ്റ പിസ്സ, വെജ് ലോഡഡ് പിസ്സ ആൻഡ് ഗാർലിക് ബ്രെഡ്. അവിടുന്ന് കഴിഞ്ഞ് നേരെ നമ്മൾ റോക്ക് ബീച്ചിലേക്ക് പോയി. അവിടെ ലേറ്റ് നൈറ്റ് ബീച്ച് സൈഡ്, എന്ത് രസമായിരുന്നു അറിയോ. കുറേ എൻജോയ് ചെയ്തു. നെക്സ്റ്റ് ഡേ മോർണിംഗ് രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി. നമ്മളിന്ന് നേരെ വൈറ്റ് ടൗണിലേക്ക് പോകാനാണ് പ്ലാൻ. അഗിയും റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ വൈറ്റ് ടൗണിലേക്ക് പോയി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഡേ സ്റ്റാർട്ട് ചെയ്യാം എന്ന് വെച്ച് നമ്മൾ നേരെ ബ്രെഡ് ചോക്ലേറ്റ് എന്നുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത്. വൈറ്റ് ടൗണിൽ വന്നിട്ട് എങ്ങനെയാണ് ഫ്രഞ്ച് ഫുഡ് ട്രൈ ചെയ്യാതിരിക്കുക. അതുകൊണ്ട് ഞങ്ങളിന്ന് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. റെസ്റ്റോറൻറ്റിലെ ആംബിയൻസ് ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു, നല്ല രസമായിരുന്നു. രാവിലെ തന്നെ ഞാൻ ഓർഡർ ചെയ്തെന്താ ഫ്രഞ്ച് പ്രസ്ഡ് കോഫിയാണ് ഞാൻ ഓർഡർ ചെയ്തത്. കോഫി പൗഡർ വാട്ടറൊക്കെ ഒരു ജാറിലൊക്കെ തരും, നമ്മളത് പ്രസ് ചെയ്തിട്ട് കുടിക്കണം. നല്ല ടേസ്റ്റായിരുന്നു. അഗി ഓർഡർ ചെയ്തിരിക്കുന്നത് പിക്കോളോ കോഫിയാണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ സമ്മർ ടാർട്ടിൻ ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് ഹാഷ്, ഇതാണ് നമ്മൾ കഴിച്ചത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വൈറ്റ് ടൗണിലൊന്ന് കറങ്ങിയിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ വിട്ടു ഓറോവില്ലിലേക്ക്. ശരിക്കും ഈ ഓറോവില്ല് ഇറ്റ്സ് നോട്ട് ഇൻ പോണ്ടിച്ചേരി. പോണ്ടിച്ചേരിയിൽ നിന്നും ഒരു 12 കിലോമീറ്റർ നോർത്തിലാണ് ഈ ഓറോവിൽ സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള ആൾക്കാർ ഇവിടെ ഒരു ജാതിയോ മതമോ അല്ലെങ്കിൽ പൊളിറ്റിക്സോ ഒന്നുമില്ലാതെ ഈക്വലി ട്രീറ്റഡായിട്ട് ജീവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഇവിടെയുള്ളത്. എനിക്ക് തോന്നുന്നു ഇവിടെ വിസിറ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് ഈ ഓറോവിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുക ഇവിടെ താമസിച്ചിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ്. ഇത് കണ്ടോ, ഓറോവില്ലിൻ്റെ സെൻറ്ററിൽ കാണപ്പെടുന്ന മാട്രി മന്ദിറിൻ്റെ ഒരു മോഡലാണിത്. മാട്രി മന്ദിർ എന്ന് വെച്ചാൽ ദ ടെമ്പിൾ ഓഫ് മദർ, മാതൃമന്ദിർ. മാതൃ സാൻസ്ക്രിറ്റ് വേർഡാണ്. നമ്മളിപ്പോൾ അവിടേക്കാണ് പോകുന്നത്. ഇതാണ് മാട്രി മന്ദിർ. ഇത് കണ്ടപ്പോൾ ഞാൻ ഇച്ചിരി ഡിസപ്പോയിൻറ്റഡായി. കാരണം നമുക്ക് ഈ മാട്രി മന്ദിർ വളരെ ദൂരെ നിന്ന് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അവിടേക്ക് നമുക്ക് എൻട്രി ഇല്ല. നമ്മൾ നിൽക്കുന്നത് ഒരു വ്യൂ പോയിന്റിൽ മാത്രമാണ്. വളരെ ദൂരെ നിന്ന് ചെറിയൊരു ഗോളമായിട്ട് മാത്രമാണ് നമുക്ക് മാട്രി ടെമ്പിൾ കാണാൻ പറ്റുക. അവിടെ നിന്ന് ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നല്ല ചൂടും നല്ല വെയിലുമായിരുന്നു. ഈ ആൽമരം കണ്ടോ, ഇത് ഒരു ഒറ്റ ആൽമരമാണ്. അതിങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഈവനിങ് സൺസെറ്റ് കാണാനായി പോയത് റോക്ക് ബീച്ചിലാണ്. അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് സൺസെറ്റ് കടലിലല്ല, അവിടെ സൺറൈസാണ് കടലിൽ. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തു. കടലിൽ കുറേ കളിച്ചു. വി ഹാഡ് എ ഗുഡ് ടൈം ദേർ. അങ്ങനെ സൺസെറ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് ഒരു തട്ടുകടയിൽ കയറി ചൂട് വട കഴിച്ചു. നല്ല ടേസ്റ്റായിരുന്നു. എനിക്ക് തമിഴ് വട, മസാല ദോശ ഒക്കെ ரொம்ப പിടിക്കും. അവിടെ ഫുഡ് സ്ട്രീറ്റിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് നമ്മൾ ഡിന്നർ കഴിക്കാൻ പോയത് ന്യൂ ബനാന കഫേ ആൻഡ് റെസ്റ്റോറൻറ്റിലേക്കാണ്. അവിടുത്തെ സ്പെഷ്യൽ ഐറ്റമായിട്ടുള്ള റോസ്റ്റഡ് ചിക്കൻ ട്രൈ ചെയ്യാനാണ് ഞാനൊക്കെയും പോയത് അവിടെ. പക്ഷേ അവിടെ ആ ടൈമിൽ അത് അവൈലബിൾ അല്ലാത്തത് കൊണ്ട്
നമ്മൾ എന്താ ഓർഡർ ചെയ്തേ? എഗ് ടൊമാറ്റോ ഹാം ചീസ് ഗാലറ്റും പിന്നെ പെസ്റ്റോ പാസ്തയുമാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ അവർ ഫുഡ് ഉണ്ടാക്കുന്നത് എല്ലാം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കഴിക്കുമ്പോൾ ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുമായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു ഫുഡ്. അവിടെ ഒരു ഷെഫ് മാത്രമാണ് ഉള്ളത്. അവരാണ് എല്ലാ കസ്റ്റമേഴ്സിനെയും സെർവ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ടൈം ഒരുപാട് സ്പെൻഡ് ചെയ്യാനുള്ളവർ അവിടെ പോയി കഴിഞ്ഞാൽ തന്നെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അങ്ങനെ ആ ദിവസം കഴിഞ്ഞുപോയി. നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് അഗെയിൻ ബീച്ചിലേക്ക് പോയി. ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ സൺറൈസ് ബീച്ചിൽ കാണുന്നത്. സോ ഐ വാസ് വെരി എക്സൈറ്റഡ്. അങ്ങനെ ഞങ്ങൾ സൺറൈസിൻ്റെ ഭംഗിയൊക്കെ നന്നായിട്ടൊന്ന് ആസ്വദിച്ചതിന് ശേഷം ബൈക്ക് എടുത്ത് ഈഡൻ ബീച്ചിലേക്ക് പോകാൻ തീരുമാനിച്ചു. മോർണിംഗ് സമയം 6:30-7 മണിയാണെങ്കിൽ കൂടി നല്ല ചൂടായിരുന്നു. ഒരു രക്ഷയില്ലാത്ത ചൂടായിരുന്നു. നന്നായിട്ട് വേർക്കുണ്ടായിരുന്നു. അങ്ങനെ ആ രാവിലെയുള്ള ബീച്ചിലൂടെയുള്ള ബൈക്ക് റൈഡ് ഒരു രക്ഷയില്ല. നന്നായിട്ട് എൻജോയ് ചെയ്തു. നേരെ പോയത് ഈഡൻ ബീച്ചിലാണ്. നമ്മളിവിടെ ഈഡൻ ബീച്ചിലെത്തിയിരിക്കുകയാണ് ഇപ്പോൾ. പോണ്ടിച്ചേരിയിൽ തന്നെ ഏറ്റവും വൃത്തിയുള്ളതും നല്ല ഭംഗിയുള്ളതായിട്ടുള്ളൊരു ബീച്ചാണ് ഈഡൻ ബീച്ച്. ബീച്ചിൻ്റെ ഒരു സൈഡിലായിട്ട് പുഴയും മറ്റേ സൈഡിലായിട്ട് കടലുമാണ് വരുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് സീ ഫുഡ് അവൈലബിൾ ആണ്, പിന്നെ സ്ട്രീറ്റ് ഫുഡ് അവൈലബിൾ ആണ്. ഒരുപാട് ആക്ടിവിറ്റീസ് വരുന്നുണ്ട്. സിപ്പ് ലൈൻ ഉണ്ട്. വാഷ്റൂമൊക്കെ വളരെ ക്ലീനാണ് ഇവിടെ. അങ്ങനെ ഞങ്ങളവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് വിശക്കുന്നത് കാരണം ഹോട്ടലിലേക്ക് പോയിട്ട് മസാല ദോശ കഴിച്ചു. ദോശ ഓക്കെ ദോശയായിരുന്നു. നല്ല ടേസ്റ്റൊന്നും എനിക്ക് തോന്നിയില്ല. എന്നാലും വിശപ്പ് കാരണം നന്നായിട്ട് തട്ടി. അങ്ങനെ നമ്മൾ ദോശയും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിഞ്ഞിട്ട് എവിടെയാണ് പോയത്? നമ്മൾ മാംഗ്രൂവ് ഫോറസ്റ്റിലേക്കാണ് പോകുന്നത്. അവിടെ ഒരുപാട് കണ്ടൽക്കാടുകളായിരുന്നു. അതിൻ്റെ അകത്ത് അവരൊരു പാലം പോലെ പണിത് വെച്ചിരിക്കുന്നുണ്ട്. നല്ല രസമായിരുന്നു അവിടെ പോയി നിൽക്കാൻ. കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയൊരു സ്പോട്ടാണ്. അവിടെ കുറച്ച് കറങ്ങി നടന്നതിന് ശേഷം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ പോയത് ബോട്ടിങ്ങിന്. ബോട്ടിങ് അവിടെ കപ്പിൾ ബോട്ടിംഗ് ഉണ്ട്, ഗ്രൂപ്പ് ബോട്ടിംഗ് ഉണ്ട്, കയാക്കിംഗ് ഉണ്ട് അവിടെ. സോ നമ്മൾ സെലക്ട് ചെയ്തത് കപ്പിൾ ബോട്ടിംഗ് ആണ്. കണ്ടൽക്കാടുകൾക്കിടയിലൂടെ ആ ഒരു ബോട്ടിംഗ് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നേ. ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു. ഫൈനലി നമ്മൾ എത്തുന്നത് കടലിലേക്കാണ്. സോ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ കടലിലൊക്കെ ബോട്ടിൽ ട്രാവൽ ചെയ്യുന്നത്. ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. ആ സമയത്ത് മാത്രമല്ല, ഇപ്പോഴും ഞാനത് റെക്കോർഡ് ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഫീൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞ് തളർന്ന് വിശന്ന് ഉച്ചയായി. നൈറ്റ് പോയ സെയിം റെസ്റ്റോറൻറ്റിലേക്ക് വിട്ടു നമ്മളുടെ റോസ്റ്റഡ് ചിക്കൻ. ഞാൻ പറഞ്ഞല്ലോ രാത്രി അത് അവൈലബിൾ ആയിരുന്നില്ല എന്ന്. വി വാണ്ടഡ് ടു ട്രൈ ദാറ്റ്. അഗി ഓർഡർ ചെയ്തത് റോസ്റ്റഡ് വിത്ത് ഗാർലിക് ആണ്. ഞാൻ ഓർഡർ ചെയ്തത് റോസ്റ്റഡ് വിത്ത് റോസ്മേരി, ജിഞ്ചർ. വൈൻ ഒഴിച്ചിട്ടാണ് അവർ സ്ലോ കുക്കിൽ അത് കുക്ക് ചെയ്യുന്നത്. ഈവനിങ് ഞങ്ങൾ റൂബി ബീച്ചിലേക്ക് വന്നു. പോണ്ടിച്ചേരി ടൂറിസം കണ്ടക്ട് ചെയ്യുന്ന ഒരു ഇവൻ്റ് ഉണ്ടായിരുന്നു അവിടെ, ഗ്ലോ ഫെസ്റ്റ്. ഗ്ലോ ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ലാൻറ്റേൺ ഫെസ്റ്റായിരുന്നു. അവർ നമുക്ക് ലാൻറ്റേൺ തന്നിട്ട് നമ്മളത് ഡിസൈൻ ചെയ്തിട്ട് എല്ലാവരും കൂടി ഒരുമിച്ചത് പറത്തി വിടും. നമുക്കവിടെ വേറൊരു ഫ്രണ്ട്സിനെ കൂടി അവിടെ കിട്ടി. നമ്മളെല്ലാവരും കൂടി ലാൻറ്റേൺ ഡിസൈൻ ചെയ്ത് കത്തിച്ച് പറത്തി വിട്ടു. സോ ഇറ്റ് വാസ് കൈൻഡ് മാജിക്കൽ മൊമെൻറ്റ്. എല്ലാ ലാൻറ്റേണും ഒരുമിച്ച് പറന്നുയരുന്നത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. ശരിക്കും ഒരു മാജിക്കൽ മൊമെൻറ്റ് തന്നെയായിരുന്നു. വി ഹാഡ് എ ലോട്ട്സ് ഓഫ് ഫൺ ഡേ. കുറേ എൻജോയ് ചെയ്തു, കുറേ ഹാപ്പി ആയിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ട്രിപ്പിൻ്റെ കൊട്ടിക്കലാശം എന്ന രീതിയിൽ ലാസ്റ്റ് നൈറ്റ് ഇൻ പോണ്ടിച്ചേരി. ഇന്നലെ നേരെ പബ്ബിലേക്ക് വിട്ടു. ഫുഡ് അടിച്ചു,
ഡാൻസ് കളിച്ചു, എൻജോയ് ചെയ്തു. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾ ബാംഗ്ലൂർക്ക് തിരിച്ചു പോവുകയാണ്. ദേ അഗി ബാഗൊക്കെ പാക്ക് ചെയ്യുകയാണ്. ഞങ്ങൾ രാവിലെ ഒരു 6:30 ആകുമ്പോൾ ഇറങ്ങി. ബാംഗ്ലൂർക്കൊരു 10:30, 11 മുമ്പായിട്ട് നമ്മൾ ബാംഗ്ലൂർ എത്തി. ആൻഡ് മോർണിംഗ് റൈഡ് വാസ് അമേസിങ്. നിങ്ങൾക്ക് കാണാൻ പറ്റും വീഡിയോയിൽ. സി